അപ്പം ഞാൻ ഈ ഇസ്ലാമിസ്റ്റിലെ ഈ ടെററിസ്റ്റുകളെ നല്ലപോലെ എതിർക്കുന്നത് നിങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാം. 2006 തൊട്ട് നമ്മൾ എതിർക്കാൻ തുടങ്ങിയത്. അതിന്റെ പേരിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടുവെന്നും അറിയാം. പക്ഷെ ഞാൻ പോലും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരെന്തിനാ അങ്ങനെ പറയുന്നത്? ഇപ്പൊ ഈ മലപ്പുറത്ത് വേട്ടയ്ക്കൊരു മകന്റെ ക്ഷേത്രത്തില് അവിടെ വന്ന് 2 മുസ്ലിം സഹോദരങ്ങളാണ് അവിടെ വന്ന് തീ ഉണ്ടായ സമയത്ത് ഇപ്പം മാധ്യമങ്ങൾ അത് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. നിങ്ങളത് കാണിക്കുന്നത് കൊണ്ടാണ് ആ ഒരു മതസൗഹാർദ്ദത്തിന്റെയോ അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവരുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ആത്മീയതയും അവരുടെ മനസ്സുമൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇവരുടെ സ്വാധീനവും ഉപയോഗിച്ച് ഇവരൊരു അജണ്ട അങ്ങ് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇത് പലപ്പോഴും യഥാർത്ഥ സ്വയംസേവകർ പോലും വളരെ വേദനിക്കുകയാണ്. ബിജെപിയിലെ അണികള് ഈ ബിജെപിയുടെ ഈ സുരേന്ദ്രൻ ഗ്രൂപ്പിന്റെയൊക്കെ ഈ ചീഞ്ഞ പ്രവൃത്തി കണ്ട് മനം മടുത്തു പോയി. ഞാൻ അതുകൊണ്ട് ഇപ്പം എനിക്ക് നിങ്ങളിലൂടെ സമൂഹത്തിൽ എല്ലാവരെയും അറിയിക്കാൻ പറ്റുള്ളൂ. ജനങ്ങളും അണികളും ചോദിക്കണം ഇവരെ നിലനിർത്താൻ ആരും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും പറഞ്ഞ ഇവരപ്പോൾ ഇഡിയെ വിടുക, CBI അന്വേഷണം വിടുക, IT റെയ്ഡ് നടത്തുക. എല്ലാവരും ഇവരെ കൊണ്ട് ഭയന്നിരിക്കുകയാണ്. ഭയന്നല്ല നമ്മളൊരു ഭരണം കൊണ്ടുപോകേണ്ടത്. അത് നിങ്ങളൊക്കെ എപ്പോഴും പല ആർട്ടിക്കിളിലൂടെയൊക്കെ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഞാനും പറയുന്നത്. സ്നേഹത്തോടുകൂടി ഇവർ കൊണ്ടുപോകുന്നുണ്ടോ? എന്തെങ്കിലും ആലോചിച്ച് നോക്കി. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം ശരി തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. നിങ്ങൾ ചോദിക്കും ഇതെന്താ ഇതിൽ ഇത്രയും ദയനീയമായ അവസ്ഥയാണ് കേരളത്തിൽ. പിന്നെ ആത്മീയപരമായി ആരെയും പഠിപ്പിക്കുന്നില്ല, മതപരമായിട്ടാണ് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ സനാതനധർമ്മം തൊട്ട് തീണ്ടുന്നില്ല, എന്നാൽ ഇവരിപ്പോ സനാതനധർമ്മികളാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ സനാതനധർമ്മത്തിൽ ഊന്നൽ കൊടുത്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഈ മതത്തിന്റെ പേരിൽ മാത്രം ഒരുപാട് മാനിപ്പുലേഷൻ ഇവിടെ ഈ പണ്ഡിത വിഭാഗം ചെയ്തു. അതിനെ ഇവരിപ്പം ക്യാരി ചെയ്യാണ്. നമുക്ക് പണ്ഡിത മതത്തിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഋഷിമതത്തിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഋഷിമതം ആരെയും ചൂഷണം ചെയ്യില്ല. സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ആരെയും അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ആരെയും പറ്റിക്കുന്നതല്ല. പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇല്ലാത്ത ആചാരങ്ങളുടെ പേര് പറഞ്ഞ് പറ്റിക്കുക, ഇല്ലാത്ത ദൈവങ്ങളുടെ പേര് പറഞ്ഞ് പറ്റിക്കുക. അപ്പം ഇത് എവിടെ ചെന്ന് അവസാനിക്കും? മനുഷ്യൻ ഇപ്പൊ വേണ്ടത് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. കൂടുതലും ആൾക്കാർ ചക്ര പാരാലിസിസ് ആയിട്ട് ചക്ര വർക്ക് ചെയ്യുന്നില്ല ആൾക്കാർ. അതായത് ഇന്റേണൽ എനർജിയാണത്. അതുപോലെ നമ്മുടെ ഓറയ്ക്ക് സ്ട്രോക്ക് വന്നിരിക്കുകയാണ്. ഇത് അതിഭീകരമായ അവസ്ഥ. ഇതുകൊണ്ടാണ് ആൾക്കാർ ഡ്രഗിലേക്ക് അഡിക്റ്റ് ആവുന്നത്. നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ആനന്ദമില്ലാതെ വരുമ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, സൂയിസൈഡൽ ടെൻഡൻസി, ഇതുകൊണ്ട് അവർ പിന്നെ എടുക്കുന്ന ഓപ്ഷൻ ഈ ഡ്രഗ്സിലേക്കാണ്. അപ്പം നമ്മൾ ഈ SNDP പോലുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ BJP സനാതനധർമ്മത്തിന്റെ ഭാഗമാണെന്ന് അവർ പറയുകയാണെങ്കിൽ അവർ ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങളിലൂടെ അണികൾക്കും ജനങ്ങളിലും എത്തിക്കണം. അല്ലാതെ ഇതിപ്പോ ഒരു മുസ്ലിം, ഒരു ഹിന്ദു, ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞപ്പോ ഇന്നലെ വരെ ക്രിസ്ത്യാനികളെ തെറി വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ സുരേന്ദ്രൻ. അറിയാം നിങ്ങൾക്കൊക്കെ. കടുവ ഏകാദശി വ്രതം എടുക്കുന്ന പോലെയാണ് സുരേന്ദ്രൻ ഇപ്പം ഈ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നത്. ശരിയാണോ? അതുപോലെ വെള്ളാപ്പള്ളിയുടെ എടുക്കുക. എന്ത് ക്രെഡിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം എത്ര കോടി രൂപയാണ് ഈ നമ്മുടെ ഈ സമുദായത്തിൽ നിന്ന് തട്ടിയെടുക്കുന്നത്? മോദിജിയും അമിത്ഷാജിയും എന്തിനാണ് ഇതുപോലുള്ള ഒരു വ്യക്തിയെ കൂടെ നിർത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനെ കൂടെ നിർത്തുന്നത്? ഇപ്പോൾ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരാൾ നമ്മുടെ കൂടെ വന്നു നിന്നാൽ നമ്മളും അതുപോലെയാണെന്ന് സമൂഹം തെറ്റിദ്ധരിക്കും. ഉദാഹരണത്തിന് ഒരു മദ്യപാനിയുടെ കയ്യിൽ ഒരു കുപ്പി പാലാണെങ്കിലും ജനം അത് മദ്യമെന്നേ വിചാരിക്കുള്ളൂ. ഇത് ആൾക്കാരില്ലാഞ്ഞിട്ടാണോ? എത്രയോ നല്ല സ്വയംസേവകർ നമ്മുടെ ഇതിലുണ്ട്. അവർക്ക് എന്തെങ്കിലും രീതിയിൽ BJP അവരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കറിയില്ല, ഈ 2000-ഓളം വരുന്ന സ്വയംസേവകർ മരുന്ന് പോലും ഇല്ലാതെ കേരളത്തിൽ അലയുകയാണ്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഉള്ള സംവിധാനമില്ല. എത്ര കോടി രൂപയായി ഈ സുരേന്ദ്രന്റെയൊക്കെ കെയർ ഓഫിൽ എവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാലോ. ഇതൊന്നും ആരും ചോദിക്കില്ല. അവർക്ക് എന്തും ചെയ്യാം, ബാക്കിയുള്ളവർക്കൊന്നും ചെയ്തുകൂടാ. ഇതെന്ത് ധർമ്മമായത്? ഞാനും ഒരു പഴയ സ്വയംസേവനാ. എനിക്ക് ഇവരുടെ അടുത്ത് ബൈസ്ഡ് ആയിട്ട് നിന്ന് പറയാൻ അല്ലെങ്കിൽ നിൽക്കാനൊന്നും എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ഇതിന് നിങ്ങളുടെ അടുത്ത് വന്ന് ഇതേപോലെ മോദിജിയെ സപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അതും നിങ്ങൾക്കറിയാം. ഇവിടെ വന്ന് അതിന്റെ പേരിൽ ചില നല്ല ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തെറ്റ് കണ്ട തെറ്റെന്നും കൂടെ പറയണ്ടേ? അത് ചെയ്യില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ നാട്? നിങ്ങൾ മാധ്യമം സ്ട്രോങ് ആവുമ്പോൾ മാത്രമേ ഇവര് ഒന്നും നേരെയാവുള്ളൂ. നിങ്ങളാണ് ഏറ്റവും വലിയ തിരുത്തൽ ശക്തി. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല, അടുത്തൊരു തലമുറ സേഫ് ആയിരിക്കണം. ബിസിനസ്സൊക്കെ നടത്തിക്കോട്ടെ, എല്ലാത്തിനും ഒരു മര്യാദ വേണം.
അത് മര്യാദയില്ല. അഹങ്കാരം ഉള്ളിൽ നിന്ന് ശത്രു പുറത്തുനിന്ന് ആക്രമിക്കുമ്പോൾ അഹങ്കാരം ഉള്ളിൽ നിന്ന് ആക്രമിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ.